അദ്ദേഹത്തിൻ്റെ ജനിതക പരീക്ഷണങ്ങൾ നടത്തിയത് ഈ ചെടിയിലാണ്, ഗാർഡൻ പീ പ്ലാന്റ് അഥവാ പൈസം സറ്റൈവം. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ധാരാളം കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ്സ് ഈ പ്ലാന്റ്സിനുണ്ടെന്നുള്ളതാണ്. കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ്സ്, അതായത് ഒരു സ്വഭാവത്തിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സ്വഭാവം, അതിനെയാണ് നമ്മൾ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുപോലത്തെ ക്യാരക്ടേഴ്സ് ഈ ഗാർഡൻ പീ പ്ലാന്റിനുണ്ട്, ഗാർഡൻ പീ പ്ലാന്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ധാരാളം ക്യാരക്ടേഴ്സ് ഉള്ളതിൽ ഒരു 7 ക്യാരക്ടേഴ്സാണ് മെൻഡൽ അദ്ദേഹത്തിൻ്റെ പഠനത്തിന് വേണ്ടി അദ്ദേഹം ഒബ്സർവ് ചെയ്തത്. അപ്പോൾ ആ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഒന്ന്, സ്റ്റെമ്മിൻ്റെ ഹൈറ്റ്. അപ്പോൾ സ്റ്റെമ്മിൻ്റെ ഹൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ടോളും വരാം, ഡോർഫും വരാം, പൊക്കമുള്ളതും പൊക്കം കുറഞ്ഞതും. ഫ്ലവറിൻ്റെ കളർ, അത് വയലറ്റ് കളറും വൈറ്റ് കളറും. ഫ്ലവറിൻ്റെ പൊസിഷൻ, ആക്സിയൽ, ടെർമിനൽ. പോഡിൻ്റെ ഷേപ്പ്, പോഡിൻ്റെ ഷേപ്പ് ഇൻഫ്ലേറ്റഡ് ആകാം, കൺസ്ട്രിക്റ്റഡ് ആകാം. പോഡിൻ്റെ കളർ ഗ്രീൻ ആകാം, യെല്ലോ ആകാം. സീഡ് ഷേപ്പ് റൗണ്ട് ആകാം, റിങ്കിൾഡ് ആകാം. സീഡിൻ്റെ കളർ യെല്ലോ ആകാം, ഗ്രീൻ ആകാം. അപ്പം അതായത് ഈ ക്യാരക്ടേഴ്സ്, ഇതാണ് ക്യാരക്ടർ. ആ ക്യാരക്ടറിന് 2 കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ്സ് ഉണ്ട്, വിപരീതമായിട്ടുള്ള 2 സവിശേഷതകളുണ്ട്. ടോൾ ഡോർഫ്, വയലറ്റ് വൈറ്റ്, ആക്സിയൽ ടെർമിനൽ, ഇൻഫ്ലേറ്റഡ് കൺസ്ട്രിക്റ്റഡ്, ഗ്രീൻ യെല്ലോ, റൗണ്ട് റിങ്കിൾഡ്, യെല്ലോ ഗ്രീൻ. അലീൽസ് എന്ന് വിളിക്കുന്നത് ഒരു ക്യാരക്ടറിന് തന്നെ ഡിഫറൻറ്റ് ഫോംസിനെയാണ്. ക്യാപിറ്റൽ ടി, സ്മാൾ ടി, രണ്ടും അലീൽസാണ്. ഹോമോസൈഗസ് അലീൽസ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുപോലെ ഇരിക്കുന്ന അലീൽസ്, അതിനാണ് ഹോമോസൈഗസ് എന്ന് വിളിക്കുന്നത്. ഹെട്രോസൈഗസ് അലീൽസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഡോമിനൻറ്റും ഒന്ന് റിസസീവും. ഡോമിനൻ്റ് റിസസീവ് എന്താണെന്ന് കണ്ടു. ഇപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ടി ഡോമിനൻ്റ് ആണ്, സ്മാൾ ടി റിസസീവ് ആണ്. അപ്പോൾ അത് രണ്ടും ചേർന്ന് വരുമ്പോൾ അതവിടെ ഹെറ്ററോസൈഗസ് ആയി. ഇനി എക്സ്റ്റേണലായിട്ട് അപ്പിയർ ചെയ്യുന്ന ക്യാരക്ടറിനെ ഫീനോടൈപ്പ് എന്ന് വിളിക്കും. ആ ഫീനോടൈപ്പിന് കാരണമായിട്ടുള്ള ജനറ്റിക് മേക്കപ്പിനെ ജീനോടൈപ്പ് എന്ന് വിളിക്കും. ഏത് ക്യാരക്ടറാണോ എക്സ്പ്രസ് ചെയ്യുന്നത് ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ എക്സ്പ്രസ് ചെയ്യുന്നത്, ആ ക്യാരക്ടറിനെ ഡോമിനൻ്റ് ക്യാരക്ടർ എന്ന് വിളിക്കുന്നു. ഏത് ക്യാരക്ടറാണോ അവിടെ ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ സപ്രസ് ചെയ്യപ്പെടുന്നത്, അതിനെ അവിടെ റിസസീവ് ക്യാരക്ടർ എന്ന് വിളിക്കുന്നു. അടുത്തതായിട്ട് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന പ്രതിഭാസത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. മെൻഡൽ അദ്ദേഹത്തിൻ്റെ മോണോ ഹൈബ്രിഡ് ക്രോസിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രപ്പോസ് ചെയ്ത പ്രധാനപ്പെട്ട ലായാണ് ലാ ഓഫ് ഡോമിനൻസ്. ആ ലാ ഓഫ് ഡോമിനൻസിന് ഒരു എക്സെപ്ഷൻ അല്ലെങ്കിൽ ഒരു അപവാദമാണ് ഈ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്ന പ്രതിഭാസം. അപ്പോൾ എന്താണ് ഈ പ്രതിഭാസം എന്ന് നോക്കാം. ഈ പ്രതിഭാസം കാണുന്നത് ഈ ഒരു പ്ലാന്റിലാണ്. ആ പ്ലാന്റിൻ്റെ പേരെന്താണ്? ഡോഗ് ഫ്ലവർ അല്ലെങ്കിൽ സ്നാപ്പ് ഡ്രാഗൺ ഓർ ആൻറ്റിറിനം സ്പീഷീസ്. അതിൽ ഫ്ലവർ കളറിൻ്റെ ഇൻഹെറിറ്റൻസ് എന്താണ്, അതിൻ്റെ പ്രത്യേകത എന്ന് നോക്കാം. പിക്ചറിൽ കാണുന്നതാണ് ആ ഡോഗ് ഫ്ലവർ പ്ലാന്റ്. ഇതിൻ്റെ ഡോമിനൻ്റ് കളറാണ് റെഡ്. അതിൻ്റെ റിസസീവ് കളറാണ് വൈറ്റ്. ഇപ്പോൾ ഡോമിനൻ്റ് ആകുമ്പോൾ ഇവിടെ ക്യാപിറ്റൽ ആർ എന്നുള്ള ഹോമോസൈഗസ് ആയിട്ടുള്ള ഡോമിനൻ്റ് ഇൻഡിവിജ്വലിന് വൈറ്റ് കളറുമായിട്ട് ക്രോസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. മോണോ ഹൈബ്രിഡ് ക്രോസ്. ഇത് പി ജനറേഷൻ മീൻസ് പാരൻ്റൽ ജനറേഷൻ. ഇപ്പോൾ പാരൻ്റൽ ജനറേഷനിൽ ഹോമോസൈഗസ് റെഡ് ഫ്ലവേർഡ് പ്ലാന്റിനെ ഹോമോസൈഗസ് വൈറ്റ് ഫ്ലവറഡ് പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഡോമിനൻ്റ് ക്യാരക്ടറാണ്, ഇത് റിസസീവ് ക്യാരക്ടറാണ്.
അപ്പോൾ ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട സമയം വരുമ്പോൾ ഇതിൽ നിന്നും ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന ഒരു ഗമീറ്റ് മാത്രമാണ്, ഒരു ടൈപ്പ് ഗമീറ്റ് മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ നിന്നും സ്മാൾ ആർ എന്ന് പറയുന്ന ടൈപ്പ് ഗമീറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ക്യാപിറ്റൽ ആർ സ്മാൾ ആർ, ഒരു ഡോമിനൻറ്റും ഒരു റിസസീവും. അപ്പോൾ ലാ ഓഫ് ഡോമിനൻസ് അനുസരിച്ച് നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ഇത് രണ്ടും ചേർന്ന പെയേഴ്സ് ഡിസിമിലർ ആണെങ്കിൽ, ഡിസിമിലർ പെയേഴ്സ് ആണെങ്കിൽ one member of the pair dominates the other. In a dissimilar pair of factors, one member of the pair dominates the other. ഒരെണ്ണം എന്ത് ചെയ്യും? മറ്റതിനെ ഡോമിനേറ്റ് ചെയ്യും. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യണം? ഡോമിനൻ്റ് ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യണം. പക്ഷേ ഇവിടെ F1 ജനറേഷനിൽ എല്ലാ കിട്ടുന്ന പ്ലാന്റ്സിൻ്റെയും ഫ്ലവേഴ്സ് പിങ്ക് ഫ്ലവേഴ്സാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ പാരൻ്റൽ ജനറേഷനിലുള്ളത് റെഡും വൈറ്റും, രണ്ട് ക്യാരക്ടറും കിട്ടാതെ ഒരു ഇൻ്റർമീഡിയറ്റ് ക്യാരക്ടറാണ് കിട്ടിയത്, പിങ്ക് ഫ്ലവേഴ്സാണ് കിട്ടിയത്. ദാറ്റ് ഫിനോമിനൻ വി കാൾ ഇറ്റ് ആസ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇവിടെ ഡോമിനൻസ് കംപ്ലീറ്റ് അല്ല, ഇൻകംപ്ലീറ്റ് ആണ്. അപ്പോൾ എന്താ അതിന് കൊടുക്കാവുന്ന ഒരു നിർവചനം? ദ ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ഇൻ വിച്ച് the F1 phenotype do not resemble either of the two parents. F1 phenotype രണ്ട് പാരൻസിനെയും റിസംബിൾ ചെയ്യുന്നില്ല, ബട്ട് ഷോസ് ആൻ ഇൻ്റർമീഡിയറ്റ് ക്യാരക്ടർ, ഒരു ഇൻ്റർമീഡിയറ്റ് ക്യാരക്ടറാണ് കാണിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കാൾഡ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അപ്പോൾ എന്താ നിർവചനം? The type of inheritance in which the F1 phenotype do not resemble either of the two parents but shows an intermediate character is called incomplete dominance. ഇപ്പോൾ ഡെഫിനിഷൻ പഠിക്കണം. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് പാരൻസിൻ്റെയും ക്യാരക്ടർ കാണിക്കാതെ ഒരു ഇൻ്റർമീഡിയറ്റ് ക്യാരക്ടർ കാണിക്കുക. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഈ കാണുന്ന സ്നാപ് ഡ്രാഗൺ പ്ലാന്റ്. ഇപ്പോൾ സ്നാപ് ഡ്രാഗൺ പ്ലാന്റിൽ എന്താ ചെയ്യുക? ഇൻ എ ക്രോസ് ബിറ്റ്വീൻ ട്രൂ ബ്രീഡിംഗ് റെഡ് ഫ്ലവേർഡ് RR ആൻഡ് ട്രൂ ബ്രീഡിംഗ് വൈറ്റ് ഫ്ലവേർഡ് പ്ലാന്റ് സ്മോൾ r. ദ F1 വാസ് പിങ്ക്. ക്യാപിറ്റൽ R സ്മാൾ r എന്ന് പറയുന്നത് റെഡ് അല്ല, എന്താണ്? പിങ്ക് ആണ് ഇൻസ്റ്റെഡ് ഓഫ് റെഡ്. അപ്പോൾ അതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ F2 ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്ത് നോക്കിയാലോ? F1 ജനറേഷനെ സെൽഫ് ഫെർട്ടിലൈസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നിന്നും അതിൻ്റെ മെയിൽ ഗ്യാമീറ്റ്സ് ക്യാപിറ്റൽ R സ്മാൾ r, ഫീമെയിൽ ഗ്യാമീറ്റ്സ് ക്യാപിറ്റൽ R സ്മാൾ r, ക്യാപിറ്റൽ R സ്മാൾ r. ക്രോസ് നടക്കുമ്പോൾ എന്താണ്? ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ ആറും രണ്ടും കൂടെ ചേരുമ്പോൾ എന്ത് കിട്ടുന്നു? കളറ് റെഡ് കളർ. ഇനി ക്യാപിറ്റൽ ആറും സ്മോൾ ആറും എന്താണ്? പിങ്ക് കളർ. സ്മോൾ ആറും ക്യാപിറ്റൽ ആറും എന്താണ്? പിങ്ക് കളർ. സ്മോൾ ആറും സ്മോൾ ആറും എന്താ കളറ്? വൈറ്റ്. അപ്പോൾ ഇവിടെ ഒരു റെഡ് ഫ്ലവറും രണ്ട് പിങ്ക് ഫ്ലവറും ഒരു വൈറ്റ് ഫ്ലവറും. ഇപ്പോൾ മെൻ്റലിൻ്റെ ലാ ഓഫ് ഡോമിനൻസ് അനുസരിച്ചാണെങ്കിൽ ഇവിടെ 3:1 റേഷ്യോ ആണ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷേ ഇവിടെ കിട്ടിയത് എന്താണ്? 1:2:1 റേഷ്യോ, ഫിനോട്ടിപ്പിക് റേഷ്യോ. Genotypic ratio, that is 1:2:1. 1 capital R is to 1 capital R small r is to small r small r. അപ്പോൾ എന്താ ഈ റേഷ്യോയുടെ പ്രത്യേകത? ഫിനോട്ടിപ്പിക് റേഷ്യോയും 1:2:1, ജീനോട്ടിപ്പിക് റേഷ്യോയും 1:2:1. രണ്ടും ഈക്വലാണ്. ഫിനോട്ടിപ്പിക് റേഷ്യോ ഈക്വൽസ് ജീനോട്ടിപ്പിക് റേഷ്യോ, ദാറ്റ് ഈസ് 1:2:1. അപ്പോൾ അത് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. നെയിം എ ജനറ്റിക് ക്രോസ് ഇൻ വിച്ച് ബോത്ത് ഫിനോട്ടിപ്പിക് റേഷ്യോ ആൻഡ് ജീനോട്ടിപ്പിക് റേഷ്യോ ആർ സെയിം. വാട്ട് ഈസ് ദ റേഷ്യോ? അപ്പോൾ എന്താണ് റേഷ്യോ? 1:2:1. അപ്പോൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഈസ് എ ജനറ്റിക് ഫിനോമിനൻ ഇൻ വിച്ച് ബോത്ത് ജീനോട്ടിപ്പിക് ആൻഡ് ഫിനോട്ടിപ്പിക് റേഷ്യോസ് ആർ സെയിം, ദാറ്റ് ഈസ് 1:2:1. ഓഫ് ഡോമിനൻസിന് അഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രതിഭാസമാണ് കോ ഡോമിനൻസ് എന്ന് പറയുന്ന പ്രതിഭാസം. അപ്പോൾ ഇത് നമുക്ക്
വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ABO ബ്ലഡ് ഗ്രൂപ്പ് ഇൻ ഹ്യൂമൻ ബീയിങ്സ് is a best example for codominance. അപ്പോൾ കോഡോമിനൻസ് എന്താണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഡെഫിനിഷൻ, ഇറ്റ് ഈസ് ദ ഫിനോമിനൻ ഇൻ വിച്ച് F1 ജനറേഷൻ റിസംബിൾസ് ബോത്ത് ദ പാരൻസ്. അപ്പോൾ F1 കിട്ടുന്ന ആള് രണ്ട് പാരൻസിൻ്റെയും ക്യാരക്ടർ കാണിക്കുക അല്ലെങ്കിൽ റിസംബിൾ ചെയ്യുക, രണ്ട് പാരൻസിനെയും റിസംബിൾ ചെയ്യുന്ന കണ്ടീഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും എന്താണെന്നുള്ളത്. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഓർക്കുന്നുണ്ടാകും. എത്ര ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്? പ്രധാനമായിട്ടും 4 ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പാണ്. എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, AB ഗ്രൂപ്പ്, O ഗ്രൂപ്പ്. അപ്പോൾ എന്താണ് ഈ ബ്ലഡ് ഗ്രൂപ്പിന് അടിസ്ഥാനം അതും പഠിച്ചിട്ടുണ്ട്. ഈ RBCയുടെ പുറത്ത് കാണുന്ന ഒരു ഷുഗർ പോളിമർ മോളിക്യൂൾ, അതിനെ നമ്മൾ ആൻറ്റിജൻ എന്ന് വിളിക്കും, സർഫസ് ആൻറ്റിജൻ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഈ ആൻറ്റിജൻ്റെ പ്രസൻസും ആബ്സെൻസും ആണ് ബ്ലഡ് ഗ്രൂപ്പിനെ നിർണ്ണയിക്കുന്നത്. പഠിച്ചിട്ടുണ്ട്. എ എന്ന് പറയുന്ന ഒരു ആൻറ്റിജൻ, ആ ടൈപ്പ് ആൻറ്റിജൻ ഇരിക്കുന്ന ബ്ലഡ് ഗ്രൂപ്പിനെ നമ്മൾ എ ഗ്രൂപ്പ് എന്ന് വിളിക്കും. പടത്തിൽ കാണുന്നത് ഇതുപോലെ ഈ ടൈപ്പ് ഒരു ആൻറ്റിജൻ ഇരിക്കുന്നുവെങ്കിൽ അതിനെ എ ഗ്രൂപ്പ് എന്ന് പറയുന്നു. ഇനി വ്യത്യസ്തമായിട്ടുള്ള മോളിക്കുലാർ സ്ട്രക്ചറുള്ള മറ്റൊന്നാണ് എങ്കിൽ അതിനെ എന്ത് പേരിൽ വിളിക്കുന്നു? ബി ഗ്രൂപ്പ് എന്ന് വിളിക്കും. അപ്പോൾ ഈ ആൻറ്റിജൻ ഇരിക്കുന്ന ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ എ ഗ്രൂപ്പും, ഈ ആൻറ്റിജൻ ഇരിക്കുന്ന ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ബി ഗ്രൂപ്പും. ഇനി ഒരു വ്യക്തിയിൽ ഈ 2 ആൻറ്റിജനും ഉണ്ടെങ്കിലോ ആ ഗ്രൂപ്പിനെ എന്ത് വിളിക്കും? AB ഗ്രൂപ്പ് എന്ന് വിളിക്കും. എ ആൻറ്റിജനും ഉണ്ട്, ബി ആൻറ്റിജനും ഉണ്ട്. ഇനി ചില വ്യക്തികളിൽ ഈ 2 ആൻറ്റിജനും ആബ്സെൻ്റ് ആയിരിക്കും. അപ്പം അങ്ങനത്തെ ബ്ലഡ് ഗ്രൂപ്പിനെ എന്ത് പേരിലാണ് വിളിക്കുക? O ഗ്രൂപ്പ് എന്ന് വിളിക്കും. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കുക, ഈ 2 ആൻറ്റിജൻസിൻ്റെ പ്രൊഡക്ഷനും കൺട്രോൾ ചെയ്യുന്നത് ഒരു സിംഗിൾ ജീനാണ്. ആ ജീനിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ I എന്ന് പറയുന്ന ഒരു ലെറ്ററിലെ. അപ്പോൾ ക്യാപിറ്റൽ I എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ഈ ഷുഗർ പോളിമർ സിന്തസിസ് ചെയ്യുന്ന ജീനിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. The blood group is determined by the sugar polymers present on the plasma membrane of RBC and which is controlled by the gene I. അപ്പോൾ ഈ ഷുഗർ പോളിമറിനെ സിന്തസിസിനെ കൺട്രോൾ ചെയ്യുന്ന ജീന് ഏതാണ്? I എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. I എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ I എന്ന് പറയുന്ന ജീനിന് സാധാരണ ഒരു ജീനിന് 2 അലിലേ ഉണ്ടാവുകയുള്ളൂ, ഒരു ഡോമിനൻ്റ് അലിലും ഒരു റിസസീവ് അലിലും. എന്നാൽ ഈ ജീനിൻ്റെ പ്രത്യേകത ഇതിന് 3 അലിൽസ് ഉണ്ട് എന്നുള്ളതാണ്. ഈ I എന്ന് പറയുന്ന ഷുഗർ പോളിമർ, ഈ ഷുഗർ പോളിമർ സിന്തസിസ് നടത്തുന്ന ജീനിന് 3 അലിൽസ് ഉണ്ട്, 3 ഡിഫറൻറ്റ് ഫോംസ് ഉണ്ട്. അതിന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് IA എന്നും IB എന്നും സ്മോൾ I എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ആ 3 അലിൽസിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. IA എന്നും IB എന്നും സ്മോൾ I എന്ന് റെപ്രസെൻ്റ് ചെയ്യും. സാധാരണ രീതിയിൽ ഒരു ജീനിനെ സംബന്ധിച്ച് 2 അലിൽസേ ഉണ്ടാവുകയുള്ളൂ, ഡോമിനൻ്റ് അലിലും റിസസീവ് അലിലും. പക്ഷേ ഇവിടെ ബ്ലഡ് ഗ്രൂപ്പിനെ നിർണ്ണയിക്കുന്ന ജീന് 3 അലിൽസ് കാണാറുണ്ട്, 3 അലിൽസ് കാണാറുണ്ട്. അപ്പോൾ IA എന്നും IB എന്നും സ്മാൾ I എന്നും 3 അലിൽസ് കാണാറുണ്ട്. ഈ അലിൽസിൽ IA എന്ന് പറയുന്ന അലിലും IB എന്ന് പറയുന്ന അലിലും ഡിഫറൻറ്റ് ഷുഗേഴ്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ പടത്തിൽ നോക്കിയാൽ കാണാം. IA എന്ന് പറയുന്ന അലിലാണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഷുഗറിനത ഈ ഒരു ഷേപ്പിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. IB എന്ന് പറയുന്ന അലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഷുഗർ ഇതാണ്. അപ്പോൾ ഡിഫറൻറ്റ് ഷുഗേഴ്സിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ആൾക്കാരിലും ഇതിലേതെങ്കിലും 2 അലിലുണ്ടാകും. അപ്പം 3 അലിലുള്ളതിൽ
ഓരോ ആളിലും ഏതെങ്കിലും 2 അലിലുണ്ടാകും. അപ്പം അതിനെയാണ് ഇതാ ഇവിടെ അലിൽ ഫ്രം പാരന്റ് 1 ഫാദറിൽ നിന്നും കിട്ടുന്നത്, അലിൽ ഫ്രം പാരന്റ് 2 മദറിൽ നിന്നും കിട്ടുന്നത്. നമുക്കറിയാം, നമ്മൾ ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണ് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ലൈഫ് ആരംഭിക്കുന്നത്. സൈഗോട്ട് എന്ന് പറയുന്ന ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണ്. ആ സെല്ല് ഫോം ചെയ്തിരിക്കുന്നത് ഫാദറിൽ നിന്നും കിട്ടുന്ന 23 ക്രോമസോംസും മദറിൽ നിന്നും കിട്ടുന്ന 23 ക്രോമസോംസും ചേർന്നാണ് ആ സെല്ലിൻ്റെ ന്യൂക്ലിയസിനകത്ത് കാണുന്നത്. അപ്പോൾ ഓരോ ക്യാരക്ടറിനെയും നിർണ്ണയിക്കുന്ന ജീനുകൾ ഫാദറിൽ നിന്നും കിട്ടും, മദറിൽ നിന്നും കിട്ടും. അപ്പോൾ ഫാദറിൽ നിന്നും കിട്ടുന്നത് IA എന്ന് പറയുന്ന ജീനാണെങ്കിൽ, മദറിൽ നിന്നും കിട്ടുന്നതും IA എന്ന് പറയുന്ന അലിലാണെങ്കിൽ, കുട്ടിയുടെ ജീനോടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് IA. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്തായിരിക്കും? എ ഗ്രൂപ്പായിരിക്കും. ഇനി അച്ഛനിൽ നിന്നും കിട്ടുന്നത് IA, അമ്മയിൽ നിന്നും കിട്ടുന്നത് IB ആണെങ്കിൽ ജീനോടൈപ്പ് IAIB. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ AB എന്നൊരു ബ്ലഡ് ഗ്രൂപ്പ് കിട്ടുന്നു. എയും ബിയും വരുന്നതുകൊണ്ട് അപ്പോൾ ഈ ബ്ലഡ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഈ അലില് ഡോമിനൻ്റ് ആണ്, ഈ അലിലും ഡോമിനൻ്റ് ആണ്. അപ്പോൾ 2 അലിലും ഡോമിനൻ്റ് അലിൽസ് കൂടിച്ചേർന്ന് വരുമ്പോൾ ഇവിടെ അച്ഛൻ്റെ ക്യാരക്ടറും അല്ല, അമ്മയുടെ ക്യാരക്ടറും അല്ല, ഒരു പുതിയ ക്യാരക്ടർ. അതാണ് ഇവിടെ പുതിയ ബ്ലഡ് ഗ്രൂപ്പ്. അച്ഛൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ആണ്, അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് ബി ആണ്. കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് അപ്പോൾ എയും അല്ല ബിയും അല്ല, AB എന്ന് പറയുന്ന ഒരു പുതിയ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാകുന്നു. അതാണ് കോഡോമിനൻസ്. ഇപ്പോൾ 2 അലിലും ഇവിടെ ഡോമിനൻ്റ് ആണ്. എ എന്ന് പറയുന്ന അലിലും ഡോമിനൻ്റ് ആണ്, ബി എന്ന് പറയുന്ന അലിലും ഡോമിനൻ്റ് ആണ്. അപ്പോൾ ആ പ്രതിഭാസത്തിനെയാണ് കോഡോമിനൻസ് എന്നതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. When IA, IB are present together, they both express their own type of sugars. അപ്പോൾ എ എന്ന് പറയുന്ന അലിൽ എയുടെ ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യും, ബി എന്ന് പറയുന്ന അലിൽ ബിയുടെ ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പടം നോക്കിയാൽ കണ്ടോ, ഇതാ എയുടെ ഷുഗർ, ഇതാണ് ബിയുടെ ഷുഗർ. അപ്പോൾ ഇത് രണ്ടും ആ AB ഗ്രൂപ്പുകാരൻ്റെ RBCയുടെ പുറത്തുണ്ടാകും. അപ്പോൾ ഇതൊരു പുതിയ ക്യാരക്ടറാണ്. എയും ഡോമിനൻ്റ് ആണ്, ബിയും ഡോമിനൻ്റ് ആണ്. അപ്പോൾ ആ പ്രതിഭാസത്തിനെയാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുക? കോഡോമിനൻസ് എന്ന് വിളിക്കുക. ഇനി നോക്കൂ, അച്ഛനിൽ നിന്നും കിട്ടുന്നത് IA, അമ്മയിൽ നിന്നും കിട്ടുന്നത് സ്മോൾ I. അപ്പോൾ ഈ എ എന്ന് പറയുന്ന അലിലിൻ്റെയും ബി എന്ന് പറയുന്ന അലിലിൻ്റെയും റിസസീവ് അലിലാണ് സ്മോൾ ലെറ്ററിൽ ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ 3 അലിൽസ് ഉണ്ട്, IA, IB, സ്മോൾ I. അപ്പോൾ IA ഡോമിനൻ്റ് ആണെന്ന് മനസ്സിലാക്കി, IB ഡോമിനൻ്റ് ആണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഈ 2 ഡോമിനൻ്റ് അലിൽസിൻ്റെയും റിസസീവ് അലിലാണ് സ്മോൾ I. അപ്പോൾ ഒരാളിൽ IA എന്ന് പറയുന്ന അലിലാണ് ഒരു പാരൻറ്റിൽ നിന്നും ഫാദറിൽ നിന്നും കിട്ടുന്നത്. മദറിൽ നിന്നും കിട്ടുന്നത് സ്മോൾ I ആണെങ്കിൽ ജീനോടൈപ്പ് എങ്ങനെ വരും? IA, സ്മോൾ I. അപ്പോൾ ഇത് റിസസീവാണ്, ഇത് ഡോമിനൻ്റ് ആണ്. അപ്പോൾ ഏത് ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യും? ഡോമിനൻ്റ് ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യും. അതായത് ബ്ലഡ് ഗ്രൂപ്പ് എന്തായിരിക്കും? എ ഗ്രൂപ്പായിരിക്കും. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ തിരിച്ച് ഫാദറിൽ നിന്നും IB കിട്ടുന്നു, മദറിൽ നിന്നും IA കിട്ടുന്നു. ജീനോടൈപ്പ് IAIB. എന്താണ് ബ്ലഡ് ഗ്രൂപ്പ്? AB. ഇനി ഫാദറിൽ നിന്നും B കിട്ടുന്നു, മദറിൽ നിന്നും B കിട്ടുന്നു. അപ്പോൾ ജീനോടൈപ്പ് എന്തായിരിക്കും? IB. എന്താ ബ്ലഡ് ഗ്രൂപ്പ്? B ഗ്രൂപ്പ്. ഇനി ഫാദറിൽ നിന്നും IB കിട്ടുന്നു, മദറിൽ നിന്നും സ്മോൾ I കിട്ടുന്നു. എന്താ ജീനോടൈപ്പ്? IB, സ്മോൾ I. അപ്പോൾ ഇവിടെ എന്താ ഡോമിനൻ്റ്? IB ആണ് ഡോമിനൻ്റ്, സ്മോൾ I റിസസീവ് ആണ്. അപ്പോൾ എന്തായിരിക്കും ബ്ലഡ് ഗ്രൂപ്പ്? ഡോമിനൻ്റ് ആയിരിക്കും, B ആയിരിക്കും. ഇനി ഫാദറിൽ നിന്നും കിട്ടുന്നത് റിസസീവ് അലിൽ സ്മോൾ I, മദറിൽ നിന്നും കിട്ടുന്നതും റിസസീവ് അലിൽ സ്മോൾ I. അപ്പോൾ ജീനോടൈപ്പ് എന്തായിരിക്കും? സ്മോൾ I, രണ്ടും റിസസീവ് അലിൽ. ഇപ്പോൾ റിസസീവ് അലിൽസ് ഹോമോസൈഗസ് കണ്ടീഷനിൽ വന്നു കഴിഞ്ഞാൽ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യും. ദാറ്റ് ഈസ് എന്തായിരിക്കും ബ്ലഡ് ഗ്രൂപ്പ്?
O ഗ്രൂപ്പ് ആയിരിക്കും. തോമസ് ഹണ്ട് മോർഗൻ അദ്ദേഹവും സഹപ്രവർത്തകരും ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിന് ഒരു എക്സ്പെരിമെൻ്റൽ വെരിഫിക്കേഷൻ കൊടുത്തത് ഈ ഫ്രൂട്ട് ഫ്ലൈയിൽ നടത്തിയ പരീക്ഷണത്തിലൂടെയാണ്. ഇനി എന്തുകൊണ്ടാണ് അവർ ഈ ഫ്രൂട്ട് ഫ്ലൈയെ ഇത്തരം പരീക്ഷണങ്ങൾക്കുള്ള ഒരു സ്റ്റഡി മെറ്റീരിയലായിട്ട് സെലക്ട് ചെയ്തത്? വൈ ഡ്രോസോഫില ഈ സ്യൂട്ടബിൾ ഫോർ ജനറ്റിക് സ്റ്റഡി? എന്തുകൊണ്ട് ഡ്രോസോഫിലയെ ജനറ്റിക് സ്റ്റഡിക്കായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ദേ കുഡ് ബി ഗ്രോൺ ഓൺ സിമ്പിൾ സിന്തറ്റിക് മീഡിയം ഇൻ ദ ലബോറട്ടറി. ഒരുപാട് പ്രിപ്പറേഷൻസ് ഒന്നും ആവശ്യമില്ല. കുറച്ച് പഴച്ചാറോ പഴമോ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഒരു സിന്തറ്റിക് മീഡിയം മതി ഈ ഫ്ലൈക്ക് വളരാൻ. അപ്പോൾ ഈ ഫ്ലൈയെ സംബന്ധിച്ചിടത്തോളം അത് മുട്ടയിട്ട് അടുത്ത ജനറേഷൻ ഉണ്ടായി വരാൻ ഉദ്ദേശം ഒരു 2 ആഴ്ചത്തെ സമയമേ ആവശ്യമുള്ളൂ. 7 to 14 days. ആ ദിവസത്തിനകത്ത് അത് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമെന്നുള്ളതാണ്. അതുപോലെ ഈ ഫ്ലൈയെ ഒരു സിംഗിൾ മാറ്റിംഗ് ഒറ്റ സമയം റീപ്രൊഡക്ഷന് വിധേയമാക്കിയാൽ തന്നെ ധാരാളം മുട്ടയിടുകയും ധാരാളം പുതിയ ഈച്ചകൾ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മെയില് ഫീമെയിൽ ഫ്ലൈസിനെ ഈസിലി ഡിസ്റ്റിങ്വിഷബിളാണ്, പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. മെയിൽ വലിപ്പം കുറവാണ്, ഫീമെയിൽ വലിപ്പം കൂടുതലാണ്, മറ്റ് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന മറ്റ് ക്യാരക്ടേഴ്സും ഉണ്ട്. അപ്പോൾ ഇതിന് ഒരുപാട് ഹെറിഡിറ്ററി വേരിയേഷൻസ് ഇത് കാണിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതിൻ്റെ ഐയുടെ കളറിൻ്റെ കാര്യത്തിൽ, ബോഡിയുടെ കളറിൻ്റെ കാര്യത്തിൽ, വിങ്ങിൻ്റെ സൈസിൻ്റെ കാര്യത്തിൽ, അങ്ങനെയൊക്കെ ഒരുപാട് ഹെറിഡിറ്ററി വേരിയേഷൻസ് ഈ ഫ്ലൈസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പിൽ വെച്ച് നമ്മൾ നോക്കിയാൽ തന്നെ ഈ വേരിയേഷൻസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഡ്രോസോഫില ഈസ് എ സ്യൂട്ടബിൾ മെറ്റീരിയൽ ഫോർ ജനറ്റിക് സ്റ്റഡി. വൈ? എന്തുകൊണ്ടാണ് വൈ ഡ്രോസോഫില? അപ്പോൾ അതിൻ്റെ ആൻസർ എന്തൊക്കെ പറയാം? ദേ കുഡ് ബി ഗ്രോൺ ഓൺ സിമ്പിൾ സിന്തറ്റിക് മീഡിയം ഇൻ ദ ലബോറട്ടറി. സിമ്പിൾ സിന്തറ്റിക് മീഡിയത്തിൽ വളർത്താൻ പറ്റും. ദേ കംപ്ലീറ്റ് ദെയർ ലൈഫ് സൈക്കിൾ ഇൻ അബൌട്ട് 2 weeks. 2 ആഴ്ചയ്ക്കകത്ത് അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും. എ സിംഗിൾ മാറ്റിംഗ് കുഡ് പ്രൊഡ്യൂസ് എ ലാർജ് നമ്പർ ഓഫ് പ്രോജനി ഫ്ലൈസ്. ഒരു സിംഗിൾ മാറ്റിങ്ങിൽ തന്നെ ധാരാളം ഫ്ലൈസ് കിട്ടും. ദർ വാസ് എ ക്ലിയർ ഡിഫറൻഷിയേഷൻ ഓഫ് ദ സെക്സസ്. ദ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലൈസ് ആർ ഈസിലി ഡിസ്റ്റിങ്വിഷബിൾ. മെയിൽ ഫ്ലൈയെയും ഫീമെയിൽ ഫ്ലൈയെയും നമുക്ക് ഈസി ആയിട്ട് തിരിച്ചറിയാൻ പറ്റും. ഇറ്റ് ഹാസ് മെനി ടൈപ്സ് ഓഫ് ഹെറിഡിറ്ററി വേരിയേഷൻസ് ദാറ്റ് ക്യാൻ ബി സീൻ വിത്ത് ലോ പവർ മൈക്രോസ്കോപ്പ്. ലോ പവർ മൈക്രോസ്കോപ്പിൽ നോക്കിയാൽ തന്നെ ധാരാളം ഹെറിഡിറ്ററി വേരിയേഷൻസ് കാണാനും സാധിക്കും. അടുത്ത നമുക്ക് XX XY മെക്കാനിസം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ മെക്കാനിസം ഹ്യൂമൻ ബീയിങ്സിലുള്ളതാണ്. അതോടൊപ്പം തന്നെ ഡ്രോസോഫിലയിലും ഈ മെക്കാനിസമാണ് ഉള്ളത്. XX XY മെക്കാനിസം, സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ആൾസോ സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഡ്രോസോഫില. ഇവിടെ നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ ഈ സെക്സ് ഡിറ്റർമിനേഷനെ കുറിച്ച്. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഫാദർ 2 ടൈപ്പ് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യും. ഹെറ്ററോഗമീറ്റിക് ആണ്, എക്സും വൈയും. മദർ ഒരു ടൈപ്പ് എഗ്ഗ് മാത്രം, എക്സ് ക്രോമസോമുള്ള എഗ്ഗ് മാത്രം. അപ്പോൾ എക്സ് ക്രോമസോമുള്ള സ്പേം സെല്ല് എക്സ് ക്രോമസോമുള്ള എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ XX ഫീമെയിൽ ഡോട്ടർ. വൈ ക്രോമസോമുള്ള സ്പേം എക്സ് ക്രോമസോമുള്ള എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ XY സൺ മെയിലായിരിക്കും. The same way here also X combines with X, XX daughter. The same way Y chromosome combines with X chromosome, XY son. This is the sex determination mechanism in human beings and also in Drosophila.
പോയിന്റ്സുകൾ ഒന്നുകൂടെ നോക്കാം. ദ ക്രോമസോം പാറ്റേൺ ഇൻ ഫീമെയിൽ ഈസ് XX ആൻഡ് ദാറ്റ് ഇൻ ദ മെയിൽ ഈസ് XY. Females are homogametic with 1 X chromosomes and males are heterogametic and produce gametes with either X or Y chromosome. Females are homogametic, ഒരുപോലത്തെ gamete produce ചെയ്യുന്നു with only X chromosomes, and males are heterogametic and produce gametes with X or Y chromosome. The XY zygote will be formed if the Y chromosome carrying male gamete fuses with the X gamete of the female. The XY zygote എങ്ങനെ കിട്ടുന്നു? Y chromosome carrying male fuses with the X gamete of female, and the child thus formed is male. Female child will born from X zygote if the X gamete of female fuses with the X gamete of male. അപ്പോൾ മെയിലിൻ്റെ എക്സ് ഗമീറ്റും ഫീമെയിലിൻ്റെ എക്സ് ഗമീറ്റും ഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ XX ഫീമെയിൽ കിട്ടും. അപ്പോൾ സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ആൾസോ ഇൻ ഡ്രോസോഫില ഓർ അതർവൈസ് മാമൽസ് ആർ കാൾഡ് ആസ് XXXY മെക്കാനിസം. പെഡിഗ്രി അനാലിസിസ്. എന്താണ് പെഡിഗ്രി അനാലിസിസ്? Analyzing the inheritance of the character through several previous generations in a family is known as pedigree analysis. Analyzing the inheritance of the character through several previous generations. അപ്പോൾ മുൻപുള്ള ധാരാളം ജനറേഷൻസ് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ എങ്ങനെയാണ്. ഇപ്പോൾ പ്ലാന്റ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൺട്രോൾഡ് ക്രോസസ് നടത്താൻ പറ്റും. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ടാണ് നമ്മൾ ടെസ്റ്റ് ക്രോസസ് ഒക്കെ പറഞ്ഞത്. അതിൻ്റെ ഫാദറിൻ്റെ ജീനോ ടൈപ്പ് എന്തായിരുന്നു എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാനും മറ്റുമൊക്കെ ആയിട്ട് കൺട്രോൾ ക്രോസസ് പ്ലാന്റ്സിൽ നടത്താം. ഫീമെയിൽസ് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ക്രോസസ് ഒന്നും പോസിബിൾ അല്ല. അപ്പോൾ അവിടെ നമുക്ക് ഇത്തരം അനാലിസിസുകൾ നമ്മളെ ഡിസീസസ് കണ്ടെത്താനും അതിൻ്റെ സാധ്യതകളിലേക്ക് മനസ്സിലാക്കി തരുവാനും നമ്മളെ സഹായിക്കും. അതിനെയാണ് നമ്മൾ പെഡിഗ്രി അനാലിസിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണുന്നത് പെഡിഗ്രി അനാലിസിസിൻ്റെ ഒരു ചാർട്ടാണ്. സിംബൽസ് ഉപയോഗിച്ചാണ് പെഡിഗ്രി അനാലിസിസിൻ്റെ ചാർട്ട് വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ സിംബലും സർക്കിൾ സിംബലും ഒക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്ക്വയർ സിംബലിൽ കളർ കൊടുത്തിട്ടുള്ളത്, റൗണ്ട് സിംബലിലും കളർ കൊടുത്തിട്ടുള്ളത് അഫക്റ്റഡ് മെയിൽ, അഫക്റ്റഡ് ഫീമെയിൽ എന്ന് കാണിച്ചിട്ടുണ്ട്. ഇത് ബ്ലൂ കളറിൽ കൊടുത്തുന്നത് അൺഅഫക്റ്റഡ് മെയിൽ, അൺഅഫക്റ്റഡ് ഫീമെയിൽ എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഫാമിലി ട്രീ വരയ്ക്കുന്നത് നമുക്ക് അങ്ങോട്ട് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഈ രീതിയിൽ വരയ്ക്കുന്നതാണ് പെഡിഗ്രി അനാലിസിസ് എന്ന് വിളിക്കുന്നത്. ഇൻ ദ പെഡിഗ്രി അനാലിസിസ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് എ പർട്ടിക്കുലർ ട്രൈറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ദ ഫാമിലി ട്രീ ഓവർ ജനറേഷൻസ്. അപ്പോൾ ഒരുപാട് ജനറേഷൻസിൽ ഫാമിലി ട്രീയിൽ റെപ്രസെൻറ്റ് ചെയ്യും. Pedigree study provides a strong tool which is utilized to trace the inheritance of a specific trait, abnormality or disease. അപ്പോൾ എന്തിന് പെഡിഗ്രി അനാലിസിസ് സഹായിക്കുന്നു? ഇറ്റ് ഈസ് എ സ്ട്രോങ് ടൂൾ, നല്ല ഒരു ടൂളാണ്. വിച്ച് ഈസ് യൂട്ടിലൈസ്ഡ് ടു ട്രേസ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് എ സ്പെസിഫിക് ട്രൈറ്റ്. ഒരു പ്രത്യേക ജനറ്റിക് ഡിസീസസിൻ്റെ ഇൻഹെറിറ്റൻസ് എങ്ങനെയാണ് എന്ന് ട്രേസ് ചെയ്യാൻ, കണ്ടെത്താൻ, അല്ലെങ്കിൽ അതിൻ്റെ ട്രൈറ്റ് അല്ലെങ്കിൽ അബ്നോർമാലിറ്റി അല്ലെങ്കിൽ ഡിസീസസിൻ്റെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ എങ്ങനെയെന്ന് കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു നല്ല ഒരു ടൂളാണ് പെഡിഗ്രി അനാലിസിസ് എന്ന് വിളിക്കുന്നത്. അനലൈസിങ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് ദ ക്യാരക്ടർ ത്രൂ സെവറൽ പ്രീവിയസ് ജനറേഷൻസ് ഇൻ എ ഫാമിലി ഈസ് നോൺ as പെഡിഗ്രി അനാലിസിസ്. അപ്പോൾ ഇനി നമുക്ക് ഈ പെഡിഗ്രി അനാലിസിസിന് ഉപയോഗിക്കുന്ന സിംബൽസുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. Symbols used in human pedigree analysis. ഈ രീതിയിൽ ഒരു സിമ്പൽ കാണുകയാണെങ്കിൽ, ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു സിമ്പൽ കാണുകയാണെങ്കിൽ മനസ്സിലാക്കുക അത് മെയിൽ ഓർഗാനിസത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. സർക്കിൾ ഷേപ്പിൽ ഒരു സിമ്പൽ കാണുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഫീമെയിൽ. ദെൻ ഈ രീതിയിൽ ഒരു ഡയമണ്ട് ഷേപ്പിൽ ഒരു സിമ്പൽ വരയ്ക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് സെക്സ് അൺസ്പെസിഫൈഡ്. അപ്പോൾ ജനറ്റിക് കൗൺസിലർ നമ്മളോട് ചോദിച്ചപ്പോഴത്തേക്കും ഒരു 4-5 അല്ലെങ്കിൽ 2-3 ജനറേഷൻസിന് മുമ്പുള്ള ഒരു ആളിന് ഒരു ഡിസീസ് ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം ചോദിച്ചു അത്
ആണാണോ പെണ്ണാണോ. അപ്പോൾ നമുക്കറിയില്ല, ആർക്കോ ഉള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും സെക്സ് അൺസ്പെസിഫൈഡ്, അവിടെ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകാൻ പറ്റാത്ത ഒരു ആളിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോഴാണ് അവിടെ ഈ രീതിയിലുള്ള ഒരു സിമ്പൽ വരയ്ക്കുക. ഇനി ഈ സിമ്പൽസിനെയൊക്കെ തന്നെ ഒന്ന് കളർ ചെയ്യുകയാണെങ്കിൽ അതെന്തിനെ സൂചിപ്പിക്കുന്നു? അഫക്റ്റഡ് ഇൻഡിവിജ്വൽസിനെ സൂചിപ്പിക്കുന്നു. സ്ക്വയർ ഷേപ്പിൽ വരച്ചിട്ട് അതിനെ കളർ ചെയ്യുകയാണെങ്കിൽ മെയിൽ അഫക്റ്റഡ് ആണ്, എന്തോ ജനറ്റിക് ഡിസീസസ് ഉള്ള ഒരു വ്യക്തിയാണ്. സർക്കിൾ വരച്ചിട്ട് ഇതുപോലെ കളർ കൊടുക്കുകയാണെങ്കിൽ അവിടെയും ഫീമെയിൽ അഫക്റ്റഡ് ആണ്. ഈ രീതിയിൽ ഡയമണ്ട് ഷേപ്പിൽ കളർ ചെയ്യുകയാണെങ്കിൽ അതും അഫക്റ്റഡ് ഇൻഡിവിജ്വലിനെ സൂചിപ്പിക്കുന്നു. ഇനി ഒരു സ്ക്വയറിനെയും സർക്കിളിനെയും തമ്മിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് ഈ രീതിയിൽ കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ ദാറ്റ് റെപ്രസെൻറ്റ്സ് മാറ്റിംഗ്, ഓർ അതർവൈസ് വി ക്യാൻ സേ ഇറ്റ് ആസ് മാരേജ്. കല്യാണമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കല്യാണം കഴിച്ചു എന്നുള്ള രീതിയിൽ സിമ്പലൈസ് ചെയ്യുന്നതാണ് മാറ്റിംഗ്, അല്ലെങ്കിൽ ഈ രീതിയിൽ ഉള്ള സിമ്പൽ. ഇനി നോക്കൂ, ഇതൊരു ഡബിൾ ലൈൻ കൊണ്ടാണ് ഈ സ്ക്വയറിനെയും സർക്കിളിനെയും കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് മാറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ്. മാറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ്, അപ്പോൾ അടുത്ത റിലേറ്റീവ്സ് തങ്ങളിലുള്ള കല്യാണം, മാരേജ്. അതാണ് ഇവിടെ ഈ ഡബിൾ ലൈൻ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ദാറ്റ് അതിനൊരു സിംഗിൾ ടേം ഉണ്ട്, ദാറ്റ് ഈസ് കോൺസാഗ്യുനിയസ് മാറ്റിംഗ്. മാറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ്, ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് കോൺസാഗ്യുനിയസ് മാറ്റിംഗ്. കോൺസാഗ്യുനിയസ് മാറ്റിംഗ് പേര് ഓർക്കുക. ഇനി ശ്രദ്ധിക്കൂ, ഇത് സ്ക്വയർ, ഒരു സർക്കിള് തങ്ങളിൽ ഒരു സിംഗിൾ ലൈൻ കൊണ്ട് കണക്ട് ചെയ്താൽ പറഞ്ഞു മാറ്റിംഗ്. ഇനി അതിൽ നിന്നും ഒരു ലൈൻ താഴേക്ക് ഇങ്ങനെ വരയ്ക്കുന്നു, രണ്ടുപേരുടെയും ഇടയിലായിട്ട് ഒരു ലൈൻ താഴേക്ക് വരയ്ക്കുന്നു. ആ ലൈനിൽ നിന്നും വീണ്ടും ഒരു സർക്കിളും ഒരു സ്ക്വയറും വരച്ചു. അപ്പോൾ ഇവിടെ എന്താ സൂചിപ്പിക്കുന്നത്? ദിസ് ഈസ് ഫാദർ, ദിസ് ഈസ് മദർ, ദിസ് ഈസ് ഡോട്ടർ ആൻഡ് ദിസ് ഈസ് സൺ. Parents above and children below. So there is an order for writing this next generation from left to right. ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഇങ്ങനെ വരയ്ക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ വരച്ചിരിക്കുന്ന ആളാണ് എൽഡർ, ഏറ്റവും റൈറ്റ് സൈഡിലുള്ളത് യങ്ങർ. ഇൻ ഓർഡർ ഓഫ് ബർത്ത് ലെഫ്റ്റ് ടു റൈറ്റ്. അപ്പോൾ എൽഡർ ആയിട്ടുള്ള ആളാണ് ലെഫ്റ്റ് സൈഡിൽ ആദ്യം ഉണ്ടാവുക, ഇങ്ങോട്ട് വരയ്ക്കുമ്പോഴത്തേക്കും യങ്ങറായിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഇത് ഫസ്റ്റ് കുട്ടി ഇതാണ്, രണ്ടാമത്തെ കുട്ടി ഇതാണ്. അപ്പോൾ ഇവിടെ എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? അച്ഛൻ അമ്മ, ഫാദർ മദർ, അവർക്ക് രണ്ട് കുട്ടികളുണ്ട്. മൂത്ത കുട്ടി പെൺകുട്ടിയാണ്, രണ്ടാമത്തെ കുട്ടി ആൺകുട്ടിയാണ്. ഇത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെന്താ സൂചിപ്പിക്കുക? ഫാദർ മദർ, ഒരു ചൈൽഡ് ഉണ്ട്, ബട്ട് ആ ചൈൽഡ് ഈസ് അഫക്റ്റഡ് വിത്ത് എ ജനറ്റിക് ഡിസീസ്. ഈ ചൈൽഡിനൊരു ജനറ്റിക് ഡിസീസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് കളർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു രീതിയിൽ റെപ്രസെൻറ്റേഷൻ, നേരത്തെ പറഞ്ഞു സെക്സ് അൺസ്പെസിഫൈഡ് ആണ്. അപ്പോൾ ഇവിടെ അതിനകത്തൊരു നമ്പർ കൊടുത്തുകൊണ്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ 5 അൺഅഫക്റ്റഡ് ഓഫ് സ്പ്രിങ്സ്, മെയിലാകാം ഫീമെയിലാകാം, 5 പേര് ഇത്തരം ഡിസീസസ് ഇല്ലാത്ത ഒരു 5 പേരുണ്ട് എന്നുള്ളതാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ സിമ്പിൾസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഫാമിലി ട്രീ വരയ്ക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ള 2 പെഡിഗ്രി ചാർട്ടുണ്ട്. ഒന്ന്, ഒരു ഓട്ടോസോമൽ ഡോമിനൻ്റ് ട്രൈറ്റ്, അതിന് എക്സാമ്പിളായിട്ട് പറയുന്നതാണ് മയോട്ടോണിക് ഡിസ്ട്രോഫി. മയോട്ടോണിക് ഡിസ്ട്രോഫി, ഈ പടത്തിൽ കാണുന്ന ആൾ ആ ഒരു ഡിസോർഡറിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ പേര് എന്താണ്? മയോട്ടോണിക് ഡിസ്ട്രോഫി. ദാറ്റ് മീൻസ് മസിൽസിനെ അഫക്റ്റ് ചെയ്യുന്ന ഡിസീസാണ്, ഡിസോർഡറാണ്, ജനറ്റിക് ഡിസോർഡറാണ്. ചികിത്സയില്ല. ജനറ്റിക് ഡിസോർഡേഴ്സിനൊന്നും ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്നുള്ള കാര്യം ഓർക്കുക. നമുക്ക് മരുന്ന് കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതല്ല DNA-ക്ക് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്. അപ്പോൾ ഇത്തരം ഡിസീസസ് ഉണ്ടാകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആൾക്കാരുടെ മസിൽസ് വീക്കൻ ചെയ്തു പോകും. അതുപോലെ തന്നെ മസിൽ ഫൈബേഴ്സിൻ്റെ എണ്ണം ഗ്രാജ്വലി കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം അത്തരം ഒരു ജനറ്റിക് ഡിസോർഡറാണ് മയോട്ടോണിക് ഡിസോർഡർ, മയോട്ടോണിക് ഡിസ്ട്രോഫി. ഈ ഡിസീസ് എന്തിന് എക്സാമ്പിളാണ്? ഓട്ടോസോമൽ ഡോമിനൻ്റ് ട്രൈറ്റിന് എക്സാമ്പിളാണ്. ഓട്ടോസോമൽ ഡോമിനൻ്റ് ട്രൈറ്റിന് എക്സാമ്പിളാണ്.
ഇപ്പോൾ ഡോമിനൻ്റ് ട്രൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ നിങ്ങൾക്കറിയാം എന്താണ് ഡോമിനൻ്റ്, എന്താണ് റിസസീവ് എന്നുള്ളത് അറിയാം. ഇപ്പോൾ ഡോമിനൻ്റ് ട്രൈറ്റ് ആണെങ്കിൽ ഇപ്പോൾ ഒരു ഡോമിനൻ്റ് ജീൻ ഉണ്ടെങ്കിൽ ആ ആളിന് ആ ഡിസീസ് ഉണ്ടാകും. ഇപ്പോൾ റിസസീവ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് അലിലും ഹോമോസൈഗസ് കണ്ടീഷനിൽ വന്നാൽ മാത്രമേ റിസസീവ് അലിൽസ് എക്സ്പ്രസ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഡോമിനൻ്റ് അലിലാകുമ്പോൾ ഒരു അലില് ഡോമിനൻ്റ് ആയാൽ മതി. അപ്പോൾ ഇവിടെ ഡോമിനൻ്റ് അലിലാണ്, അതുകൊണ്ടാണ് ഇതാ ഇവിടെ അഫക്റ്റഡ് ഇൻഡിവിജ്വലാണ്. അപ്പോൾ ഇവരുടെ മക്കൾ 1, 2, 3, 4. ഫസ്റ്റ് വൺ ഇസ് എ ഗേൾ, ബോയ്, ബോയ്, ഗേൾ. അപ്പോൾ ഇവിടെ ഒരു ബോയ്ക്കും ഒരു ഗേളിനും ഈ ഡിസീസ് കിട്ടി. മദറിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടി. മദറിന് ഇതിൻ്റെ ഡോമിനൻ്റ് ജീനുണ്ട്. ഡോമിനൻ്റ് ജീൻ ആയതുകൊണ്ട് 50% ചാൻസ് ഉണ്ട്, അടുത്ത ജനറേഷന് കിട്ടാനുള്ള ചാൻസ് 50% ആണ്. 50% ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ 2 പേർക്ക് ഇവിടെ കിട്ടി, അഫക്റ്റഡ് ഇൻഡിവിജ്വലായി. ഇപ്പോൾ മയോട്ടോണിക് ഡിസ്ട്രോഫി എന്നൊരു ഡിസോർഡറിൻ്റെ സംശയവുമായിട്ട് ഒരു ജനറ്റിക് കൗൺസിലറിൻ്റെ അടുത്ത് പോയാൽ അദ്ദേഹം ഇപ്പോൾ എനിക്ക് മയോട്ടോണിക് ഡിസ്ട്രോഫി ഉണ്ട്, എൻ്റെ കുട്ടികൾക്ക് മയോട്ടോണിക് ഡിസ്ട്രോഫി ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൗൺസിലർ ഉറപ്പായിട്ടും പറയും നിങ്ങൾക്കതിന് 50% ചാൻസ് ഉണ്ട്, നിങ്ങളുടെ കുട്ടികൾക്ക് വരാനുള്ള സാധ്യത 50%. കാരണം അതൊരു ഡോമിനൻ്റ് ട്രൈറ്റ് ആണ്, ഓട്ടോസോമൽ ഡോമിനൻ്റ് ട്രൈറ്റ് ആണ്. ദാറ്റ് മീൻസ് the gene for this disease is located in a autosome chromosome. ഇപ്പോൾ ക്രോമസോം നമ്പർ 19 ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ആ ജീനിനുണ്ടാകുന്ന ഡിഫക്റ്റാണിത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഫാമിലി പെഡിഗ്രി ചാർട്ട് നോക്കിയാൽ മനസ്സിലാക്കാം ഇത് ഫസ്റ്റ് ജനറേഷനിലുണ്ട്, സെക്കൻഡ് ജനറേഷനിലുണ്ട്. ഇനി അടുത്തത് ഈ ആളിൻ്റെ ഒരു പെഡിഗ്രി ചാർട്ട് നോക്കൂ. ഇവിടെ ആർക്കുമില്ല, കാരണം ഈ ആളിന് ആ ജീൻ കിട്ടിയിട്ടില്ല. ഈ മകന് അമ്മയിൽ നിന്നും ഈ ജീൻ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അവരുടെ അടുത്ത ജനറേഷനിൽ ആർക്കുമില്ല. ബട്ട് ഇവിടെ നോക്കൂ, അപ്പോൾ ഇവിടെ ഈ ഡോട്ടറിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ മാരേജ് കഴിയുമ്പോൾ ഉറപ്പായിട്ടും അവരുടെ മക്കളിൽ കിട്ടാനുള്ള സാധ്യത 50%. അപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാർട്ട് തന്നിട്ട് നിങ്ങളോട് എക്സാമിന് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ആവശ്യപ്പെടാം, എന്ത് ഡിസോർഡറിൻ്റെ ചാർട്ടാണ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴിയാണ് ഫസ്റ്റ് ജനറേഷനിലും സെക്കൻഡ് ജനറേഷനിലും ഇതുപോലെ ഷെയ്ഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കളർ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുള്ള ഓഫ് സ്പ്രിങ്സ് ഉണ്ടെങ്കിൽ അതൊരു ഡോമിനൻ്റ് ഡിസോർഡറാണ്. ആ ഡോമിനൻ്റ് ഡിസോർഡറിൻ്റെ ഒരെണ്ണത്തിൻ്റെ പേരേ നമുക്ക് പഠിക്കാനുള്ളൂ, ദാറ്റ് ഈസ് മയോട്ടോണിക് ഡിസ്ട്രോഫി, ആട്ടോസോമൽ ഡോമിനൻ്റ് ട്രൈറ്റ്. ഇനി ഒരു റിസസീവ് ട്രൈറ്റിൻ്റെ പെഡിഗ്രി ചാർട്ട് കൂടെ പഠിക്കാനുണ്ട്, ദാറ്റ് ഈസ് സിക്കിൾ സെൽ അനീമിയ. നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ഡിസീസാണ് സിക്കിൾ സെൽ അനീമിയ. അപ്പോൾ സിക്കിൾ സെൽ അനീമിയയെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് ഈസ് റിസസീവ് ട്രൈറ്റ് ആണ്. റിസസീവ് ട്രൈറ്റ് എന്ന് പറയുമ്പോൾ അത് ഹോമോസൈഗസ് കണ്ടീഷനിൽ വന്നാൽ മാത്രമേ അത് എക്സ്പ്രസ് ചെയ്യപ്പെടുകയുള്ളൂ. ദാറ്റ് ഈസ് രണ്ടും റിസസീവ് കണ്ടീഷനിൽ വരണം, സ്മാൾ ലെറ്റേഴ്സിൽ വരണം, എന്നാൽ മാത്രമേ ആ ഡിസീസ് എക്സ്പ്രസ് ചെയ്യപ്പെടുകയുള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് മനസ്സിലാക്കാം നമുക്ക്? ഇവിടെ ഇത് രണ്ടുപേരും ഈ ഡിസീസ് ഇല്ല, ഷെയ്ഡ് ചെയ്തിട്ടില്ല, പക്ഷേ അവരുടെ മക്കൾക്ക് 2 പേർക്ക് ഇതാ ഇവിടെ ഡിസീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ഊഹിക്കാം? ഈ ഡിസീസ് ഒരു റിസസീവ് ഡിസീസാണ്. സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന ഒരു റിസസീവ് ഡിസീസാണ്. അപ്പോൾ അടുത്ത ജനറേഷനിൽ കിട്ടാനുള്ള സാധ്യത അവിടെയും 50% ചാൻസ് നമുക്ക് പറയാം. 2 പേരും കാരിയേഴ്സ് ആണെങ്കിൽ 50% ചാൻസ് അവിടെയും പറയാം നമുക്ക്. അപ്പോൾ ഇവിടെ ഒരു ജനറേഷനിൽ ഇല്ല, അടുത്ത ജനറേഷനിൽ ഉണ്ട്. ഇവിടെ നോക്കൂ, ഈ ജനറേഷനിൽ ഇല്ല, ഈ ജനറേഷനിലുണ്ട്. അപ്പോൾ ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ദാറ്റ് ഈസ് സിക്കിൾ സെൽ അനീമിയ. മയോട്ടോണിക് ഡിസ്ട്രോഫി ആണെങ്കിൽ ഫസ്റ്റ് ജനറേഷനിലും കാണും, സെക്കൻഡ് ജനറേഷനിലും കാണും. സിക്കിൾ സെൽ അനീമിയ ആണെങ്കിൽ ഒരു ജനറേഷനിൽ പ്രസൻ്റ് ആയിരിക്കില്ല, അടുത്ത ജനറേഷനിൽ പ്രസൻ്റ് ആയിരിക്കും. ആ രീതിയിലാണെങ്കിൽ നോക്കിയാൽ നമുക്ക് ഈ ചാർട്ട് കാണുമ്പോൾ അത് ഏത് ഡിസീസാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഡോമിനൻ്റ് ഡിസീസാണ്, ഓട്ടോസോമൽ ഡോമിനൻ്റ് ട്രൈറ്റാണ് മയോട്ടോണിക് ഡിസ്ട്രോഫി, ഓട്ടോസോമൽ റിസസീവ് ട്രൈറ്റാണ് സിക്കിൾ സെൽ അനീമിയ.